ഇന്ന് പുലർച്ചെയുടെ 3:20 ദോഹയിൽ മിസൈൽ ആക്രമണം ഉണ്ടായത്. അവിടെയും ആക്രമണങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് ഖത്തർ സായുധ സേന അറിയിക്കുന്നത്. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഖത്തറിന് നേരെ വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയണമെന്നാണ് അധികൃതർ അവിടെയുള്ള ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അബ്ബാസ് മുഹമ്മദ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അബ്ബാസ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ദോഹയിൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ, രാത്രിയൊക്കെ ആയിരുന്നു ഈ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടങ്ങളിലൊക്കെയാണ് ഈ സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേട്ടത്. ദിവ്യ, ഖത്തർ സമയം ഇന്ന് പുലർച്ചെ 3:20 കൂടിയാണ് വലിയ മുഴക്കത്തിലുള്ള ശബ്ദങ്ങൾ ദോഹയിലുടനീളം അനുഭവപ്പെട്ടത്. തൊട്ടു പിന്നാലെ ആഭ്യന്തര മന്ത്രാലയം ഇതൊരു മിസൈൽ ആക്രമണങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ വാർത്താക്കുറിപ്പ് പ്രകാരം രാജ്യം മിസൈൽ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു എന്നുള്ളതായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട മിസൈൽ അറ്റാക്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് എത്ര മിസൈലുകൾ വന്നു എന്നൊന്നും അറിയിപ്പില്ല ഇതുവരെയില്ല. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇത്തരം മിസൈൽ ആക്രമണങ്ങളെ സായുധ സേന വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം അഥവാ ഈ ആക്രമണത്തിന്റെ 9ാം ദിവസം ഇന്നലത്തെ പകലും അതുപോലെ രാത്രിയുടെ ഭൂരിഭാഗം സമയത്തും ഈ ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖത്തറിലെ ജനങ്ങൾ വളരെ സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതം അതുപോലെ ഒരു ആശങ്കയൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിനു മേലാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിന് മുകളിൽ കൂടിയാണ് ഇന്നത്തെ ഒരു പുലർച്ചെയുള്ള ആക്രമണത്തിന്റെ ഒരു ആശങ്ക കൂടി വരുന്നത്. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഖത്തറിൽ ഈ ആക്രമണം ഉണ്ടാകുന്നു. ആക്രമണത്തെ എല്ലാ ആക്രമണങ്ങളെയും നിഷ്ഫലമാക്കി എന്നാണ് സായുധ സേന അറിയിച്ചിട്ടുള്ളത്. അതേസമയം ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു. ദോഹ ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്ഫോടന ശബ്ദങ്ങൾ എല്ലായിടത്തേക്കും കേൾക്കാമായിരുന്നു. ദിവ്യ.